ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൈവവചനം പുറപ്പാടിൻ്റെ പുസ്തകത്തിനുള്ള വായന 23-ാം അധ്യായം 1 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. തുല്യമായ നീതി. വ്യാജവാർത്ത പ്രചരിപ്പിക്കരുത്. കള്ളസാക്ഷ്യം നൽകി കുറ്റക്കാരന് കൂട്ടി നിൽക്കരുത്. ഭൂരിപക്ഷത്തോട് ചേർന്ന് തിന്മ ചെയ്യരുത്. ഭൂരിപക്ഷത്തോട് ചേർന്ന് നീതിക്കെതിരായി കോടതിയിൽ സാക്ഷ്യം നിൽക്കരുത്. വ്യവഹാരത്തിൽ ദരിദ്രന് പ്രത്യേക പരിഗണന നൽകരുത്. ശത്രുവിൻ്റെ കാളയോ കഴുതയോ വഴിതെറ്റിപ്പോകുന്നത് കണ്ടാൽ അതിനെ അവൻ്റെ അടുക്കൽ തിരിച്ചെത്തിക്കണം. നിന്നെ വെറുക്കുന്നവൻ്റെ കഴുത ചുമടിന് കീഴെ വീണ് കിടക്കുന്നത് കണ്ടാൽ നീ കടന്നു പോകരുത്. അതിനെ എഴുന്നേൽപ്പിക്കാൻ അവന് സഹായിക്കണം. വ്യവഹാരത്തിൽ ദരിദ്രന് നീതി നിഷേധിക്കരുത്. തെറ്റായ കുറ്റാരോപണത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. നിഷ്കളങ്കരെയും നീതിമാന്മാരെയും വധിക്കരുത്. ദുഷ്ടനെ ഞാൻ വെറുതെ വിടുകയില്ല. കൈക്കൂലി വാങ്ങരുത്. അത് വിജ്ഞനെ അന്ധനാക്കുകയും നീതിമാനെ കള്ളം പറയാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ പരദേശികളെ പീഡിപ്പിക്കരുത്. ഈജിപ്തിൽ പരദേശികളായിരുന്ന നിങ്ങൾക്ക് പരദേശികളുടെ ഹൃദയവികാരങ്ങൾ അറിയാമല്ലോ. സാബത്ത് വർഷം. നീ നിന്റെ വയലിൽ 6 വർഷം വിതച്ച് വിളവെടുത്തുകൊള്ളുക. 7-ാം വർഷം അത് വിതയ്ക്കാതെ വെറുതെ കിടക്കട്ടെ. നിന്റെ ജനത്തിലെ ദരിദ്രർ അതിൽ നിന്ന് ഭക്ഷ്യം ശേഖരിക്കട്ടെ. പിന്നെയും അവശേഷിക്കുന്നത് വന്യമൃഗങ്ങൾ തിന്നുകൊള്ളട്ടെ. മുന്തിരിത്തോട്ടവും ഒലിവുതോട്ടവും സംബന്ധിച്ചും ഇപ്രകാരം തന്നെ ചെയ്യണം. 6 ദിവസം ജോലി ചെയ്യുക. 7-ാം ദിവസം വിശ്രമിക്കണം. നിന്റെ കാളയും കഴുതയും വിശ്രമിക്കട്ടെ. നിന്റെ ദാസിയുടെ പുത്രനും പരദേശിയും ക്ഷീണം തീർക്കട്ടെ. ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധ വയ്ക്കണം. അന്യദേവന്മാരുടെ നാമം സ്മരിക്കരുത്. അത് നിങ്ങളുടെ നാവിൽ നിന്ന് കേൾക്കാനിടയാവരുത്. 3 മഹോത്സവങ്ങൾ. എൻ്റെ ബഹുമാനത്തിനായി വർഷം തോറും 3 തവണ നിങ്ങൾ ഉത്സവം ആഘോഷിക്കണം. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ ആചരിക്കണം. ഞാൻ കൽപ്പിച്ചിട്ടുള്ളതുപോലെ അബീബ് മാസത്തിലെ 7 നിശ്ചിത ദിവസങ്ങളിൽ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. എന്തെന്നാൽ ആ മാസത്തിലാണ് നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്നത്. എൻ്റെ മുമ്പിൽ വെറും കൈയോടെ വരരുത്. വയലിൽ നിന്ന് ആദ്യ ഫലങ്ങൾ കൊയ്തെടുക്കുമ്പോൾ പുത്തരി പെരുന്നാളും വർഷാവസാനം പ്രയത്നഫലം ശേഖരിച്ചു കഴിയുമ്പോൾ സംഭരണ തിരുനാളും ആഘോഷിക്കണം. പുരുഷന്മാരെല്ലാവരും വർഷത്തിൽ 3 പ്രാവശ്യം ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ ഹാജരാവണം. ബലിമൃഗത്തിൻ്റെ രക്തം പുളിപ്പുള്ള അപ്പത്തോടൊന്നിച്ച് എനിക്ക് അർപ്പിക്കരുത്. ഉത്സവ ദിനത്തിൽ അർപ്പിക്കുന്ന ബലിയുടെ കൊഴുപ്പ് പ്രഭാതം വരെ സൂക്ഷിക്കുകയും അരുത്. വയലിലെ ആദ്യ വിളവിൻ്റെ ആദ്യ ഫലം നിന്റെ ദൈവമായ കർത്താവിൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരണം. ആട്ടിൻകുട്ടിയെ അതിൻ്റെ തള്ളയുടെ പാലിൽ വേവിക്കരുത്. വാഗ്ദാനങ്ങൾ. ഇതാ, ഒരു ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ അയക്കുന്നു. അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും. ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും. അവൻ പറയുന്നതെല്ലാം ആദരപൂർവം അനുസരിക്കണം. അവനെ പ്രകോപിപ്പിക്കരുത്. എൻ്റെ നാമം അവനിലുള്ളത് നിമിത്തം നിന്റെ അതിക്രമങ്ങൾ ഞാൻ ക്ഷമിക്കുകയില്ല. അവൻ്റെ വാക്ക് കേൾക്കുകയും ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കുകയും ചെയ്യുമെങ്കിൽ നിന്റെ ശത്രുക്കൾക്ക് ഞാൻ ശത്രുവായിരിക്കും. നിന്റെ എതിരാളികൾക്ക് ഞാൻ എതിരാളിയുമായിരിക്കും. എൻ്റെ ദൂതൻ നിനക്ക് മുമ്പേ പോയി നിന്നെ അമോര്യർ, ഹിത്യർ, പെരിസ്യർ, കനാന്യർ, ഹിവ്യർ, ജബുസ്യർ എന്നിവരുടെ ഇടയിലേക്ക് നയിക്കും. അപ്പോൾ ഞാൻ അവരെ നിശ്ശേഷം നശിപ്പിക്കും. നീ അവരുടെ ദേവന്മാരെ കുമ്പിടുകയോ ആരാധിക്കുകയോ ചെയ്യരുത്. അവരുടെ ആചാരങ്ങൾ അനുകരിക്കരുത്. അവരുടെ ദേവന്മാരെ നശിപ്പിക്കുകയും ആരാധന സ്തംഭങ്ങൾ തകർക്കുകയും ചെയ്യണം. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും. ഗർഭഛിദ്രമോ വന്ധ്യതയോ നാട്ടിൽ ഉണ്ടാവുകയില്ല. നിനക്ക് ഞാൻ ദീർഘായുസ് തരും. നീ ചെന്നെത്തും മുമ്പേ നിനക്ക് ഏറ്റുമുട്ടേണ്ടി വരുന്ന ജനങ്ങൾ എന്നെ ഭയപ്പെടുന്നതിന് ഞാൻ ഇടയാക്കും. അവരിൽ സംഭ്രമം ജനിപ്പിക്കും. നിന്റെ ശത്രുക്കൾ പിന്തിരിഞ്ഞോടും. നിനക്ക് മുമ്പേ ഞാൻ കടന്നലുകളെ അയക്കും. അവ ഹിവ്യർ, കാനാന്യർ, ഹിത്യർ എന്നിവരെ നിന്റെ മുമ്പിൽ നിന്ന് തുരത്തും. എന്നാൽ ഒറ്റ വർഷം കൊണ്ട് അവരെ നിന്റെ മുമ്പിൽ നിന്ന് തുടച്ചു മാറ്റുകയില്ല. അങ്ങനെ ചെയ്താൽ നാട് വിജനമാകുകയും നിനക്ക് ഉപദ്രവകാരികളായ വന്യമൃഗങ്ങൾ പെരുകുകയും ചെയ്യും.
നീ വർദ്ധിച്ച് നാട് കൈവശപ്പെടുത്തുന്നതനുസരിച്ച് അവരെ നിന്റെ മുമ്പിൽ നിന്ന് ഞാൻ പുറന്തള്ളിക്കൊണ്ടിരിക്കും. നിന്റെ അതിർത്തികൾ ചെങ്കടൽ മുതൽ ഫിലിസ്ത്യ കടൽ വരെയും മരുഭൂമി മുതൽ യൂഫ്രട്ടീസ് നദി വരെയുമായി ഞാൻ നിശ്ചയിക്കും. തദ്ദേശവാസികളെ ഞാൻ നിന്റെ കയ്യിലേൽപ്പിക്കും. നീ അവരെ നിന്റെ മുമ്പിൽ നിന്ന് തുരത്തണം. അവരോടോ അവരുടെ ദേവന്മാരോടോ നീ ഉടമ്പടി ചെയ്യരുത്. അവർ നിന്റെ നാട്ടിൽ വസിച്ചുകൂടാ. വസിച്ചാൽ എനിക്കെതിരായി പാപം ചെയ്യാൻ അവർ നിന്നെ പ്രേരിപ്പിക്കും. നീ അവരുടെ ദേവന്മാരെ ആരാധിച്ചാൽ അത് നിനക്കൊരു കെണിയായിരിക്കുകയും ചെയ്യും. പുറപ്പാടിൻ്റെ പുസ്തകത്തിനുള്ള വായന 24-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഉടമ്പടി ഉറപ്പിക്കുന്നു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, നീയും അഹറോനും നാദാബും അബിഹുവും ഇസ്രായേലിലെ 70 ശ്രേഷ്ഠന്മാരും കൂടി കർത്താവിൻ്റെ അടുക്കലേക്ക് കയറി വരുവിൻ. നിങ്ങൾ അകലെ നിന്ന് കുമ്പിട്ട് ആരാധിക്കുവിൻ. മോശ മാത്രം കർത്താവിനെ സമീപിക്കട്ടെ, മറ്റുള്ളവർ സമീപിക്കരുത്. ജനം അവനോടൊപ്പം കയറി വരികയുമരുത്. മോശ ചെന്ന് കർത്താവിൻ്റെ എല്ലാ വാക്കുകളും നിയമങ്ങളും ജനത്തെ അറിയിച്ചു. കർത്താവ് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം തങ്ങൾ ചെയ്യുമെന്ന് അവർ ഏകസ്വരത്തിൽ മറുപടി പറഞ്ഞു. മോശ കർത്താവിൻ്റെ വാക്കുകളെല്ലാം എഴുതി വെച്ച് അവൻ അതിരാവിലെ എഴുന്നേറ്റ് മലയുടെ അടിവാരത്തിൽ ഒരു ബലിപീഠവും ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾക്കായി 12 സ്തംഭങ്ങളും നിർമ്മിച്ചു. അവൻ അയച്ച ഇസ്രായേൽ യുവാക്കന്മാർ കർത്താവിന് ദഹനബലികളും കാളകളെ കൊണ്ടുള്ള സമാധാന ബലികളും അർപ്പിച്ചു. മോശ ബലിയുടെ രക്തത്തിൽ പകുതി പാത്രത്തിലാക്കുകയും പകുതി ബലിപീഠത്തിന്മേൽ തളിക്കുകയും ചെയ്തു. അനന്തരം ഉടമ്പടി ഗ്രന്ഥമെടുത്ത് ജനങ്ങൾ കേൾക്കി വായിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്യും, ഞങ്ങൾ അനുസരണയുള്ളവരായിരിക്കും. അപ്പോൾ മോശ രക്തമെടുത്ത് ജനങ്ങളുടെ മേൽ തളിച്ചുകൊണ്ട് പറഞ്ഞു, ഈ വചനങ്ങളെല്ലാം ആധാരമാക്കി കർത്താവ് നിങ്ങളോട് ചെയ്ത ഉടമ്പടിയുടെ രക്തമാകുന്നത്. അനന്തരം മോശയും അഹ്റോനും നാദാബും 70 പേരും മലമുകളിലേക്ക് കയറിപ്പോയി. അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ കണ്ടു. ആകാശതുല്യം പ്രകാശമാനമായ ഇന്ദ്രനീലത്തളം പോലെ എന്തോ ഒന്ന് അവിടുത്തെ പാദങ്ങളുടെ താഴെ കാണപ്പെട്ടു. ഇസ്രായേൽ ശ്രേഷ്ഠന്മാരായ അവരുടെ മേൽ അവിടുന്ന് കൈവച്ചില്ല. അവർ ദൈവത്തെ കണ്ടു. അനന്തരം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു. മോശ സീനായ് മലയിൽ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, മലമുകളിൽ എൻ്റെ സമീപത്തേക്ക് കയറി വന്ന് കാത്തു നിൽക്കുക. ഞാൻ നിയമങ്ങളും കൽപ്പനകളും എഴുതിയ കൽപ്പലകൾ നിനക്ക് തരാം. നീ അവ ജനത്തെ പഠിപ്പിക്കണം. മോശ തൻ്റെ സേവകനായ ജോഷയോട് കൂടെ എഴുന്നേറ്റു. മോശ ദൈവത്തിൻ്റെ മലയിലേക്ക് കയറി. അവൻ ശ്രേഷ്ഠന്മാരോട് പറഞ്ഞു, ഞങ്ങൾ മടങ്ങി വരുന്നതുവരെ നിങ്ങൾ ഇവിടെ കാത്തു നിൽക്കുവിൻ. അഹ്റോനും ഹൂറും നിങ്ങളോട് കൂടിയുണ്ടല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അവരെ സമീപിക്കുവിൻ. മോശ മലയിലേക്ക് കയറിപ്പോയി. അപ്പോൾ ഒരു മേഘം മലയെ ആവരണം ചെയ്തു. കർത്താവിൻ്റെ മഹത്വം സീനായ് മലയിൽ ആവസിച്ചു. 6 ദിവസത്തേക്ക് ഒരു മേഘം മലയെ മൂടിയിരുന്നു. 7-ാം ദിവസം മേഘത്തിൽ നിന്ന് കർത്താവ് മോശയെ വിളിച്ചു. മലമുകളിൽ കർത്താവിൻ്റെ മഹത്വം ദഹിപ്പിക്കുന്ന അഗ്നിക്ക് തുല്യം ഇസ്രായേലർക്ക് കാണപ്പെട്ടു. മോശ മേഘത്തിൻ്റെ ഉള്ളിൽ കടന്ന് മലമുകളിലേക്ക് കയറി. 40 രാവും 40 പകലും അവൻ മലമുകളിലായിരുന്നു. കൂടാര നിർമ്മാണത്തിന് കാണിക്കാം. പുറപ്പാടിൻ്റെ പുസ്തകത്തിനുള്ള വായന 25-ാം അധ്യായം 1 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. കൂടാര നിർമ്മാണത്തിന് കാണിക്കാം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, എനിക്ക് ഒരു കാണിക്ക സമർപ്പിക്കണമെന്ന് നീ ഇസ്രായേൽക്കാരോട് പറയുക. സ്വമനസ്സ തരുന്നവരിൽ നിന്നെല്ലാം എനിക്കുള്ള കാണിക്ക നീ സ്വീകരിക്കുക. അവരിൽ നിന്ന് സ്വീകരിക്കേണ്ട കാഴ്ചദ്രവ്യങ്ങൾ ഇവയാണ്: സ്വർണം, വെള്ളി, ഓട്, നീലയും ദ്രുമവും അരുണവുമായ നൂലുകൾ, നേർത്ത ചണത്തുണി, കോലാട്ടിൻ രോമം, ഉരയ്ക്കിട്ട മുട്ടാടിൻ തോല്, നീലക്കരടി തോല്, കരുവേലത്തടി, വിളക്കുകൾക്കുള്ള എണ്ണ, അഭിഷേക തൈലത്തിനുള്ള സുഗന്ധദ്രവ്യങ്ങൾ, ധൂപത്തിനുള്ള സുഗന്ധ വസ്തുക്കൾ, എഫോദും ഉരുസ്ത്രാണവും അലങ്കരിക്കാനുള്ള ഗോമേതക വൈഡൂര്യ രത്നങ്ങൾ. ഞാൻ അവരുടെ ഇടയിൽ വസിക്കാൻ അവരെനിക്ക് ഒരു വിശുദ്ധ കൂടാരം സജ്ജമാക്കണം. ഞാൻ കാണിച്ചു തരുന്ന മാതൃക അനുസരിച്ചായിരിക്കണം കൂടാരവും അതിലെ ഉപകരണങ്ങളും നിർമ്മിക്കുന്നത്. സാക്ഷിപേടകം.
കരുവേല മരം കൊണ്ട് ഒരു പേടകം നിർമ്മിക്കണം. അതിന് 2.5 മുഴം നീളവും 1.5 മുഴം വീതിയും 1.5 മുഴം ഉയരവും ഉണ്ടായിരിക്കണം. ശുദ്ധി ചെയ്ത സ്വർണം കൊണ്ട് അതിൻ്റെ അകവും പുറവും പൊതിയണം. അതിനു മീതെ ചുറ്റും സ്വർണം കൊണ്ടുള്ള ഒരു അരികുപാളി ഉറപ്പിക്കണം. 4 സ്വർണ്ണ വളയമുണ്ടാക്കി പേടകത്തിൻ്റെ ചുവട്ടിൽ 4 മൂലകളിൽ ഘടിപ്പിക്കണം. 2 ഒരു വശത്തും 2 മറുവശത്തും ആയിരിക്കണം. കരുവേല മരം കൊണ്ട് തണ്ടുകളുണ്ടാക്കി അവയും സ്വർണം കൊണ്ട് പൊതിയണം. പേടകം വഹിച്ചു കൊണ്ടുപോകാൻ പാർശ്വവളയങ്ങളിലൂടെ തണ്ടുകൾ ഇടണം. തണ്ടുകൾ എപ്പോഴും പേടകത്തിൻ്റെ വളയങ്ങളിൽ തന്നെ ഉണ്ടായിരിക്കണം. അവയിൽ നിന്നെടുത്ത് മാറ്റരുത്. ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഉടമ്പടി പത്രിക പേടകത്തിൽ നിക്ഷേപിക്കണം. ശുദ്ധി ചെയ്ത സ്വർണം കൊണ്ട് ഒരു കൃപാസനം നിർമ്മിക്കണം. അതിൻ്റെ നീളം 2.5 മുഴം, വീതി 1.5 മുഴവും ആയിരിക്കണം. കൃപാസനത്തിൻ്റെ 2 അറ്റത്തുമായി അടിച്ചു പരത്തിയ സ്വർണം കൊണ്ട് 2 കെരൂബുകളെ നിർമ്മിക്കണം. കൃപാസനത്തിൻ്റെ 2 അറ്റത്തും അതിനോട് ഒന്നായി ചേർന്നിരിക്കത്തക്കവണ്ണം വേണം കെരൂബുകളെ നിർമ്മിക്കാൻ. കൃപാസനം മൂടത്തക്ക വിധം കെരൂബുകൾ ചിറകുകൾ മുകളിലേക്ക് വിരിച്ചു പിടിച്ചിരിക്കണം. കെരൂബുകൾ കൃപാസനത്തിലേക്ക് തിരിഞ്ഞ് മുഖാമുഖം നിലകൊള്ളണം. കൃപാസനം പേടകത്തിനു മുകളിൽ സ്ഥാപിക്കണം. ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഉടമ്പടി പത്രിക പേടകത്തിനുള്ളിൽ നിക്ഷേപിക്കണം. അവിടെ വച്ച് ഞാൻ നിന്നെ കാണും. കൃപാസനത്തിന് മുകളിൽ നിന്ന് സാക്ഷ്യപേടകത്തിന് മീതെയുള്ള കെരൂബുകളുടെ നടുവിൽ നിന്ന് ഞാൻ നിന്നോട് സംസാരിക്കും. ഇസ്രായേലിനു വേണ്ടിയുള്ള എൻ്റെ കൽപ്പനകളെല്ലാം ഞാൻ നിന്നെ അറിയിക്കും. തിരുസാന്നിധ്യ അപ്പത്തിൻ്റെ മേശ. കരുവേല മരം കൊണ്ട് 2 മുഴം നീളവും 1 മുഴം വീതിയും 1.5 മുഴവും ഉയരവുമുള്ള ഒരു മേശ ഉണ്ടാക്കണം. തനി സ്വർണം കൊണ്ട് അത് പൊതിയുകയും സ്വർണം കൊണ്ട് തന്നെ അതിന് അരികുപാളി പിടിപ്പിക്കുകയും വേണം. അതിനു ചുറ്റും കൈപ്പത്തിയുടെ വീതിയുള്ള ഒരു ചട്ടമുണ്ടാക്കുകയും ചട്ടത്തിന് ചുറ്റും സ്വർണം കൊണ്ടുള്ള അരികുപാളി പിടിപ്പിക്കുകയും വേണം. സ്വർണം കൊണ്ടുള്ള 4 വലയങ്ങളുണ്ടാക്കി മേശയുടെ 4 മൂലകളിലുള്ള 4 കാലുകളിൽ ഘടിപ്പിക്കുക. വലയങ്ങളിലൂടെ തണ്ടുകളിട്ട് മേശ ചുമന്നുകൊണ്ട് പോകത്തക്ക വിധം വളയങ്ങൾ ചട്ടത്തോട് ചേർന്നിരിക്കണം. മേശ ചുമന്ന് കൊണ്ടുപോകാനായി കരുവേല മരം കൊണ്ട് തണ്ടുകളുണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിയണം. താലങ്ങളും തളികകളും കലശങ്ങളും പാനീയബലിക്കുള്ള ചഷകങ്ങളും തനി സ്വർണം കൊണ്ട് ഉണ്ടാക്കണം. തിരുസാന്നിധ്യത്തിൻ്റെ അപ്പം എപ്പോഴും എൻ്റെ മുമ്പാകെ മേശപ്പുറത്ത് വച്ചിരിക്കണം. വിളക്കുകാൽ. തനി സ്വർണം കൊണ്ട് ഒരു വിളക്കുകാൽ ഉണ്ടാക്കണം. അതിൻ്റെ ചുവടും തണ്ടും ചഷകങ്ങളും മുകുളങ്ങളും പുഷ്പങ്ങളും ഒരേ സ്വർണ്ണ തകിടിൽ തീർത്തതായിരിക്കണം. ഒരു വശത്ത് നിന്ന് 3 മറുവശത്തു നിന്ന് 3 എന്ന കണക്കിൽ വിളക്കുകാലിൻ്റെ ഇരുവശത്തായി 6 ശാഖകളുണ്ടായിരിക്കണം. ഓരോ ശാഖയിലും ബദാം പൂവിൻ്റെ ആകൃതിയിൽ മുകുളങ്ങളോടും പുഷ്പദളങ്ങളോടും കൂടിയ 3 ചഷകങ്ങളുണ്ടായിരിക്കണം. വിളക്കുതണ്ടിന്മേൽ ബദാം പൂവിൻ്റെ ആകൃതിയിൽ മുകുളങ്ങളും പുഷ്പദളങ്ങളും ചേർന്ന 4 ചഷകങ്ങൾ ഉണ്ടായിരിക്കണം. വിളക്കുകാലിൽ നിന്ന് പുറപ്പെടുന്ന 6 ശാഖകളിൽ ഓരോ ജോഡിയുടെയും അടിയിൽ ഓരോ മുകുളം എന്ന കണക്കിൽ 3 മുകുളങ്ങളുണ്ടായിരിക്കണം. അടച്ചു പരത്തിയ തനി സ്വർണത്തിൻ്റെ ഒരേ തകിടിലായിരിക്കണം മുകുളങ്ങളും ശാഖകളുമെല്ലാം നിർമ്മിക്കുന്നത്. വിളക്കുതണ്ടിന്മേലും അതിൻ്റെ ശാഖകളിന്മേലും വയ്ക്കാൻ വേണ്ടി 7 വിളക്കുകൾ ഉണ്ടാക്കണം. അവ വിളക്കുകാലിന് മുമ്പിൽ പ്രകാശം വീശത്തക്ക വിധം സ്ഥാപിക്കണം. തിരി അണയ്ക്കാൻ ഉപയോഗിക്കുന്ന കത്രികകളും തട്ടങ്ങളും തനി സ്വർണം കൊണ്ട് ഉള്ളവയായിരിക്കണം. വിളക്കുകാലും ഉപകരണമെല്ലാം കൂടി 1 താലന്ത് തനി സ്വർണം കൊണ്ട് വേണം നിർമ്മിക്കാൻ. മലയിൽ വച്ച് നിന്നെ ഞാൻ കാണിച്ച മാതൃകയിൽ ഇവയെല്ലാം നിർമ്മിക്കാൻ ശ്രദ്ധിക്കണം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി.